ഇത് കണ്ടാൽ തോന്നും ചക്കയാണെന്ന് തോന്നും അല്ലേ, ചക്കയോ കപ്പയോ ഒക്കെ ആണെന്ന് തോന്നും. പക്ഷേ ഇത് ചക്കയോ കപ്പയോ ഒന്നും തന്നെയല്ല. ഇത് നമ്മുടെ നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴമാണ്. കറുത്ത തൊലിയോട് കൂടിയ നല്ല പഴുത്ത ഏത്തപ്പഴം ഞാനിവിടെ നെയ്ക്കകത്ത് വഴറ്റിയെടുക്കുവാണ്. ഇപ്പുറത്ത് പുട്ടും ചായയും റെഡി ആയിട്ടുണ്ട്. ഈ ഏത്തപ്പഴം ഞാൻ വഴറ്റിയത് പിന്നെ നമ്മുടെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ്. സാധാരണ പുട്ടല്ല, ഒരു മിക്സഡ് ഗ്രെയിൻസ് പുട്ടാണ്. എല്ലാ ഗ്രെയിൻസും ചേർത്ത ഒരു പുട്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനാണ് ഈ നല്ല പഴുത്ത ഏത്തപ്പഴം ഞാനിവിടെ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഷുഗറോ ഒന്നും തന്നെയും ആഡ് ചെയ്തിട്ടില്ല, നെയ്യ് മാത്രമേ ഉള്ളൂ. നെയ്ക്കകത്ത് ചെറുതായിട്ട് അരിഞ്ഞ ഏത്തപ്പഴം നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് റെഡിയായി. ഇനി ചൂട് പുട്ടിൻ്റെ കൂടെ നമുക്കിത് കോരിയിടാം. ഇഷ്ടം പോലെ തേങ്ങയൊക്കെ ചേർത്ത ഗ്രെയിൻസ് പുട്ടാണിത്. നമ്മുടെ ചായ മൺകപ്പിൽ റെഡിയായി. നമ്മുടെ വഴറ്റിയ ഏത്തപ്പഴം ആവശ്യത്തിന് ചേർക്കുക. നെയ്ക്കകത്ത് വഴറ്റിയതാണ്. നമ്മൾ നല്ലതുപോലെ വഴറ്റി കഴിയുമ്പോൾ നമ്മൾ ഒഴിച്ച നെയ്യെല്ലാം ഇങ്ങോട്ട് ഇറങ്ങും. കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ പുട്ട് കഴിക്കാൻ വേണ്ടി പുട്ടിനകത്ത് ഞാൻ ഇഷ്ടംപോലെ നട്ട്സ് ചേർത്തിട്ടുണ്ട്. വാൾനട്ട്, പിന്നെ ആൽമണ്ട്, സ്ലൈസ് ചെയ്ത ആൽമണ്ടൊക്കെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഏത്തപ്പഴം എടുക്കുക. വഴറ്റിയ ഏത്തപ്പഴം എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. ഇതിനകത്ത് ഒരു അരിപ്പൊടി ഒന്നും തന്നെയും ചേർത്തിട്ടില്ല. ഓട്സ്, കീൻവ, റവ, രാഗി പുട്ടാണിത്. സൂപ്പർ സൂപ്പർ, ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.